ഹായ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ ഗ്രില്ല് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ എടുത്ത് അതിനെ നന്നായിട്ട് ഇടിച്ചു കൊടുക്കണം. അതിന് ശേഷം നമുക്ക് അതിലോട്ടൊരു അരപ്പ് വേണം. അതിന് മിക്സിയുടെ ജാറിലോട്ട് പുതിനയില, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് ശേഷം അതിനകത്തോട്ട് ഒരു നാരങ്ങാനീരും ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് ഈ മിക്സ് നമുക്ക് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രില്ലിനുള്ള സംഭവങ്ങൾ സെറ്റാക്കാം. നമ്മൾ കരി മേടിക്കാൻ കിട്ടും. ഇനി ആ കരി കത്തിക്കാൻ വേണ്ടി നമുക്ക് 2 ചിരട്ട എടുത്ത് ഇതേപോലെ കത്തിക്കാം. എന്നിട്ട് നമ്മൾ ആ കരിയിലോട്ട് ഈ ചിരട്ട കത്തിച്ചത് എടുത്ത് വെക്കണം. എന്നിട്ടത് നല്ലതായിട്ട് തീ പിടിച്ച് വെക്കണം. ഓക്കെ, ഇതിനിപ്പോൾ നന്നായിട്ട് തീ പിടിച്ച് വരട്ടെ. നമുക്ക് ഊതാൻ മടിയായതുകൊണ്ട് നമ്മളൊരു ടേബിൾ ഫാൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ടേബിൾ ഫാൻ അങ്ങനെ വെച്ചെടുക്കുമ്പോൾ തീ നന്നായിട്ട് കത്തും. നമ്മളിനി ഗ്രില്ലിലോട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇനി ഓരോരോ പീസായിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. കനലിലൊക്കെ നല്ല തീ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗ്രില്ല് വെച്ച് കൊടുക്കാം. ഈ ഗ്രില്ലിനകത്ത് നമുക്കൊരു മസാല വേണം. മസാലയല്ല, ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു നാരങ്ങ, പിന്നെ കുറച്ച് എണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് ആ നാരങ്ങയും ഉപ്പും എണ്ണയും ചേർത്ത് മിക്സ് നമുക്ക് മുകളിലോട്ട് തേച്ച് കൊടുക്കാം. ഓരോ തവണയും അങ്ങനെ തിരിച്ച് വെക്കുമ്പോൾ ഈ മിക്സ് തേച്ചിട്ടേ വെക്കാവുള്ളൂ. ഈ ഗ്രില്ലാകുന്ന സമയം കൊണ്ട് നമുക്കൊരു മയണൈസ് സെറ്റാക്കാം. അപ്പോൾ മയണൈസ് ഉണ്ടാക്കുന്ന ആർക്കും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ നമ്മൾ ഈ മയണൈസ് ഒന്ന് സെറ്റാക്കി എടുക്കാം.
അങ്ങനെ അവസാനം നമ്മളുടെ ഗ്രില്ലെല്ലാം സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു പ്ലേറ്റിലോട്ട് മാറ്റി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് സാലഡൊക്കെ വെച്ച് നമുക്കിനി കഴിക്കാം. ഓക്കെ.